ഇന്ത്യൻ വംശജനായ ശ്രീരാമകൃഷ്ണനെ വൈറ്റ് ഹൗസിലെ AI ഉപദേഷ്ടാവായി അടുത്തിടെ ട്രംപ് നിയമിച്ചിരുന്നു. ഇത് അമേരിക്കയിൽ പ്രത്യേകിച്ച് H-1B വർക്ക് വിസകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി അമേരിക്കക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നടപടി ഉറപ്പു നൽകി അധികാരത്തിൽ വന്ന ട്രംപ് നിർണായകമായ 5 പദവികളിൽ ഇന്ത്യക്കാരെ നിയമിച്ചതു മുതൽ ഉരുണ്ടുകൂടിയ രോഷം AI ഉപദേഷ്ടാവ് ശ്രീരാമകൃഷ്ണനെ നിയമിച്ചതോടെ അണപൊട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കക്കാർക്ക് ലഭിക്കേണ്ട ജോലികൾ ഇല്ലാതാക്കുന്നുവെന്നാണ് പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. ഇന്ത്യക്കാർക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വിദ്വേഷ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ വരെ ഇത് കാരണമായി. റിച്ച് എന്ന പേരിൽ ഒരു അമേരിക്കൻ വംശജൻ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഡോളർ കൂടുതൽ ശക്തമായതിനാൽ ഇന്ത്യ മാത്രമല്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഇപ്പോൾ വാങ്ങാൻ സാധിക്കും. ലോകം എല്ലാവർക്കും ഉള്ളതല്ലേ, ഞാനൊരു ഇന്ത്യൻ ഭൂവുടമയാകും, അതിനുശേഷം ഇന്ത്യയിലെ വാടക 3 ഇരട്ടിയാക്കും, എന്നിട്ട് ഇടത്തരക്കാരെ പിഴിഞ്ഞ് കൂടുതൽ ലാഭമുണ്ടാക്കും എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. 1.6 മില്യൺ ആളുകളാണ് പോസ്റ്റ് കണ്ടിരിക്കുന്നത്. വിദേശികൾ സ്വത്ത് വാങ്ങുന്നത് തടയുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കമന്റുകളിൽ പലരും പറയുന്നത്. വംശീയപരമായ പല പരാമർശങ്ങളും കമന്റുകളായി വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വിലകൾ സമീപ വർഷങ്ങളിൽ വളരെയധികം ഉയർന്നിട്ടുണ്ടെന്നും സ്വത്ത് വാങ്ങുന്നത് അമേരിക്കക്കാർക്ക് പോലും താങ്ങാനാകാത്തതായെന്നും കമന്റുകളുണ്ട്. വൈറ്റ് ഹൗസിന്റെ സീനിയർ പോളിസി അഡ്വൈസറായ ശ്രീരാമകൃഷ്ണനെ നിയമിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ട്രംപിന്റെ ക്യാബിനറ്റിൽ മുഖ്യ സ്ഥാനങ്ങളിൽ 5 ഇന്ത്യൻ അമേരിക്കക്കാരുണ്ട്. ഒരാൾ വിവേക് രാമസ്വാമിയാണ്. മസ്കിനൊപ്പം സർക്കാരിലെ കാര്യക്ഷമതയ്ക്കുള്ള വകുപ്പിനെ നയിക്കുന്നയാൾ. FBI-യുടെ ഡയറക്ടർ കാഷ് പട്ടേൽ, അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ഹർമീത് സിംഗ് ഡില്ലോൺ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ജയ് ഭട്ടാചാര്യ, നിർമ്മല ബുദ്ധിയുടെ സീനിയർ പോളിസി അഡ്വൈസർ ശ്രീരാമകൃഷ്ണൻ, പിന്നെ കൂട്ടിന് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗാബർഡുമുണ്ട്. അമേരിക്കയിലെ ഇന്ത്യക്കാർക്കെതിരെ കലിപ്പുണ്ടാക്കാൻ വേറെന്ത് വേണം? ഗ്രീൻ കാർഡ് പ്രശ്നം സംബന്ധിച്ച ശ്രീരാമകൃഷ്ണന്റെ നിലപാടുകളാണ് തുടക്കത്തിൽ പ്രശ്നമായത്. ഗ്രീൻ കാർഡുകൾ അപേക്ഷകരുടെ രാജ്യമേതെന്ന് നോക്കാതെ കഴിവുള്ളവർക്ക് നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇത് കുടിയേറ്റത്തിന് അനുകൂലമായ നിലപാടാണെന്ന് വ്യാഖ്യാനിച്ചായിരുന്നു പ്രതിഷേധം തുടങ്ങിയത്. ഈ പ്രതിഷേധം ഇന്ത്യ വിരുദ്ധതയിലേക്കും വംശീയതയിലേക്കും മാറുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസവും വൈദഗ്ധ്യവും വേണ്ട നിരവധി മേഖലകളിൽ ഇന്ത്യ വംശജരെ പോലെ വിജയം കൈവരിച്ചവർ കുറവാണ്. പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ, വൈദ്യശാസ്ത്രം, അക്കാദമിക രംഗം, ബിസിനസ് തുടങ്ങിയ മേഖലകളിലൊക്കെ. സിലിക്കൺ വാലിയിലെ 4 സ്ഥാപനങ്ങളും ആരംഭിച്ചത് ഇന്ത്യൻ വംശജരാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ടെക് വ്യവസായത്തെ രൂപപ്പെടുത്തിയ സൺ മൈക്രോ സിസ്റ്റം, ഹോട്ട്മെയിൽ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. അമേരിക്കയിൽ സാങ്കേതിക രംഗത്ത് തൊഴിലെടുക്കുന്നവരിൽ 35% ഇന്ത്യയിൽ നിന്നുള്ള H-1B വിസക്കാരാണ്. ഡോക്ടർമാരിൽ 17%. അക്കാദമിക മേഖലകളിലും ഇന്ത്യൻ സാന്നിധ്യമുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പോലും ഈ ചെറിയ വിഭാഗം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അമേരിക്കയുടെ ജനസംഖ്യയിൽ 1%-ഓളമേ ഉള്ളൂ ഇന്ത്യൻ വംശജർ എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്.